എല്ലാ വർഷവും ഏട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഏട്ടന് ഷർട്ട് വാങ്ങി തരാറില്ലേ? ഇതാ. വാവ്, ഷർട്ട് നന്നായിട്ടുണ്ട് ചേച്ചി. നല്ല ഭംഗിയുണ്ട്. ഏട്ടാ അതിപ്പോ തന്നെ ഇട. എന്തായാലും അമ്പലത്തിലേക്ക് പോകുമ്പോ ഇടാൻ മോളെ. അത് വേണ്ട ഏട്ടാ, ഇപ്പൊ തന്നെ ഇട്ടിട്ട് വരണം. ശരി എന്നാ ഞാനിപ്പോ വരാവേ. സർപ്രൈസ് ആയിരുന്നു ഏട്ടാ. ഏയ് അങ്ങനെയൊന്നും അല്ല മോളെ. എല്ലാ വർഷവും അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ടല്ലോ. എനിക്ക് അവൾ ഷർട്ട് വാങ്ങിച്ചിരുന്ന പോലെ. ഇതാ വാങ്ങിക്കും മോളെ. ഈ ഡ്രസ് നന്നായിട്ടുണ്ട് ഏട്ടാ. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാ പോരാ, നീ പെട്ടെന്ന് പോയി അത് ഇട്ടിട്ട് പെട്ടെന്ന് വരണം കേട്ടോ. ഇവള് സെക്കൻഡ് കൊണ്ട് ഈ ഡ്രസ് അങ്ങ് ഇട്ടിട്ട് വരും ചേച്ചി. ഇവളുടെ സ്പീഡ് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഏട്ട ഷർട്ട് ഇട്ട് അതിന്റെ ബട്ടൺ ഇടുന്നതിനുള്ളില് ചേച്ചി റെഡിയായി വന്നിരിക്കും. എവിടെ പോയി? ദുർഗ പറഞ്ഞില്ലേ പെട്ടെന്ന് വരുമെന്ന്. അവള് വരും. ഏട്ടാ പെട്ടെന്ന് പോയിട്. ഏട്ടാ വരുന്നതിന് മുന്നേ അവള് വരും. ഏട്ടാ ശ്രീദേവിയുടെ സ്പീഡ് കണ്ടിട്ട് ഏട്ടനേക്കാളും മുൻപ് അവളായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നേ. കഴിഞ്ഞ വർഷം ഇതേ ദിവസം എത്ര സന്തോഷായിരുന്നു എന്നറിയോ? ഗൗരി ചേച്ചി അന്ന് പറഞ്ഞത് സത്യമായി മാറി അമ്മായി. ലക്ഷ്മി ചേച്ചിയുടെ കല്യാണത്തിന് മുൻപേ എന്റെ കല്യാണം നടന്നു. ഈ വർഷം നിനക്ക് ഷർട്ടും കൊടുക്കാൻ പറ്റില്ല, ഗൗതമിന് സാരിയും തരാൻ പറ്റില്ല. ഈ രണ്ട് വീടുകളും തമ്മിൽ വിരോധമില്ലായിരുന്നെങ്കിൽ പിറന്നാൾ ഒരു ആഘോഷമായി മാറിയേനെ. സാരമില്ല മോളെ, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നിനക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, വന്ന് കഴിക്ക്. എന്റെ കയ്യിലിപ്പോ പണം ഇല്ലെങ്കി എന്താ, ഞാൻ എന്റെ ഏട്ടന് എങ്ങനെയെങ്കിലും ഒരു ഷർട്ട് വാങ്ങിക്കും. എനിക്കതെന്റെ ഏട്ടന് കൊടുത്തില്ലെങ്കിലും സാരമില്ല. ഷർട്ട് വാങ്ങി ഏട്ടൻ എന്നെ അനുഗ്രഹിച്ചതായി ഞാൻ വിചാരിച്ചോളാം. എന്താ മോളെ ശ്രീദേവി, ഇങ്ങോട്ടൊക്കെ ഇരിക്കേ. ഇരിക്കും മോളെ. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. അയ്യോ, എനിക്കങ്ങനെ വെറുതെ ഒന്നും വേണ്ട, കടമായിട്ട് മതി. കടമെന്ന് വിചാരിച്ച് എന്നെ വാങ്ങിച്ചോ മോളെ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതങ്ങ് പണയത്തിനെടുത്തിട്ട് എനിക്ക് കുറച്ച് കാശ് തരണം. എന്താ മോളെ ഇത്? ഒരു കൊലുസ് മാത്രം ഊരി തന്നിരിക്കുന്നു. ഈ കൊലുസ് കഴിഞ്ഞ വർഷം എന്റെ ഏട്ടൻ എനിക്ക് തന്ന സമ്മാനമാണ്. ഈ വർഷവും എന്റെ ഏട്ടന് ഒരു ഷർട്ട് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പണം ഇല്ല. അതിനെന്തിനാ മോളെ കൊലുസ് പണയം വയ്ക്കാൻ നിൽക്കുന്നേ? 2000 രൂപ തരാൻ, വാങ്ങിച്ചോ. ആ, വേറൊന്നും വിചാരിക്കരുത്. അങ്ങനെ വാങ്ങിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതിന് എത്ര കിട്ടുന്നോ അത് മതി. 1600 രൂപ കിട്ടും മോളെ. ആ, അത് മതി. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പൊക്കോട്ടെ. ഈ കാര്യത്തെ പറ്റി ദേവേട്ടനോട് പറയരുത്. എന്താ ചേട്ടാ, എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നതാണല്ലോ. ഇന്നെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? പിറന്നാളായതുകൊണ്ട് ഒന്നും മിണ്ടില്ലാന്ന് പറഞ്ഞ് ശബ്ദം വല്ലതും എടുത്തിട്ടുണ്ടോ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന നീയല്ലേ, അല്ലാതെ ഞാനല്ലല്ലോ. അങ്ങനെയല്ല ഏട്ടാ, അമ്പലത്തിലെത്താനായിട്ട്
ഇനിയും 15 മിനിറ്റ് എങ്കിലും എടുക്കും. അതുവരെ നിങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നുന്നേ. അതാ ഞാൻ. നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. സത്യമായിട്ടും ഒരു കാര്യം പറയാലോ, ഒന്നിനും ഒരു മനസ്സ് തോന്നുന്നില്ല. ആ, അതെന്താണെന്ന് എനിക്കറിയാം. ഗൗതം, ചേട്ടാ, ആരോ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഗൗതം, ഗൗതം, ഒന്ന് നിന്നേ. മോനെ ഗൗതം, നിന്നെ അന്വേഷിച്ചാ ഞാൻ ഇറങ്ങിയത്. അപ്പോഴാ ഈ വഴി കണ്ടത്. എന്തിനാ ഏട്ടാ? ഇതാ ഈ കൊലുസ് നീ വെച്ചോ. ഇതെന്താ, സാധാരണ 2 കൊലുസല്ലേ വാങ്ങാറ്, എന്നിട്ട് എന്തിനാ ഒന്നിന് ഓർഡർ കൊടുത്തത്? ഇത് ഓർഡർ കൊടുത്തതൊന്നുമല്ല. കഴിഞ്ഞ വർഷം ശ്രീദേവിക്ക് വാങ്ങിക്കൊടുത്ത കൊലുസായത്. ചേട്ടനിത് എവിടെന്നാ കിട്ടിയത്? കിട്ടിയതല്ല മോനെ, നിന്റെ അനുജത്തി ശ്രീദേവി പണയം വെക്കാൻ കൊണ്ടുവന്നതാ. പണയോ? അതിനു മാത്രം എന്താ ആവശ്യം? ഇന്ന് അവളുടെ ചേട്ടന്റെ പിറന്നാളാണ്. അവന് ഷർട്ട് വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ പണയം വെക്കാൻ കൊണ്ടുവന്നത്. എന്തിനാ ഒരെണ്ണം പണയം വെച്ചത്? അവൾ എന്തിനാ അങ്ങനെ ചെയ്തത്? നീ ഇതൊന്നും പണയം വെക്കേണ്ട ആവശ്യമില്ല, പണം തരാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അവളത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. കഴിഞ്ഞ വർഷം എന്റെ ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. അതുകൊണ്ട് ഒരെണ്ണമെങ്കിലും എന്റെ കാലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ ഇത് ഒരെണ്ണം മാത്രം പണയം വെക്കാൻ തന്നിട്ട് 1600 രൂപയും വാങ്ങി ഷർട്ട് വാങ്ങാൻ പോയിരിക്കയാ. പണയം വെച്ച സാധനം നിങ്ങൾ എന്തിനാ എടുത്തിട്ട് വന്നത്? എന്തെങ്കിലും അത്യാവശ്യം വന്ന അനുജത്തിമാര് എന്റെ കയ്യിൽ പണയം വെക്കുകയാണെങ്കിൽ അതിന് കാശ് ഗൗതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മ വന്നപ്പോഴാ ഞാൻ എടുത്തുകൊണ്ട് പോന്നത്. ചേട്ടാ, ഇത് പിടിച്ചോ. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ മോനെ. കണ്ണില് കരട് പോയിന്നൊന്നും വെറുതെ കള്ളം പറയരുത് ചേട്ടാ. മനസ്സിലെ ശ്രീദേവിയെ കാണുന്നു സത്യം പറയണം. അങ്ങനെ പറഞ്ഞാ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ കണ്ണീര് കണ്ട് സന്തോഷിക്കും. എല്ലാ വർഷവും എൻ്റെ പിറന്നാളിന് എൻ്റെ ശ്രീദേവി എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരും. ഞാനും അവൾക്ക് അതുപോലെ തന്നെ വാങ്ങിച്ചു കൊടുക്കും. ഈ വർഷം അവള് എന്നെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും ആലോചിക്കാതെ ഇത്തവണയും എനിക്ക് ഷർട്ട് വാങ്ങണമെന്ന് ആലോചിച്ച് ഈ കൊലുസ് പണയം വെച്ചിരിക്കുമോ അവള്. നീ കണ്ടോ? വാ പോവാം. അമ്പലത്തിലേക്കല്ല, എന്റെ അനിയത്തിയെ കാണാനായിട്ട്. എന്താ ചേട്ടാ അതെങ്ങനെ പോകുന്നത്? എന്റെ വല്യച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കില്ലേ? പോയേ പറ്റൂ. അവൾക്ക് എന്തായാലും എനിക്ക് പിറന്നാൾ സമ്മാനം കൊടുത്തേ പറ്റൂ. പക്ഷെ നമ്മൾ പോകുന്നത് ഗൗതമായിട്ടും ശിവാനിയുമായിട്ടും അല്ല. വേഷം മാറിപ്പോണം. ആ, മനസ്സിലായി ചേട്ടാ. ആവശ്യങ്ങൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കും. വാ ഏട്ടാ. എന്റെ ഏട്ടന് പിറന്നാൾ ആശംസകൾ. എന്റെ ഏട്ടൻ ജനിച്ച ദിവസം തന്നെ ഞാൻ ജനിച്ചതിൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഈ വർഷം മാത്രം എന്റെ ഏട്ടൻ എന്നെ അനുഗ്രഹിക്കില്ലെന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുക ഞാൻ. ഏട്ടന് വേണ്ടി ഞാൻ ഈ ഷർട്ട് വാങ്ങി. പക്ഷെ അത് തന്ന ഏട്ടൻ വാങ്ങില്ലെന്ന് എനിക്കറിയാം. ആദ്യം എന്റെ ഏട്ടൻ എന്നെ അനുഗ്രഹിക്കും. കൈവളർന്നും മെയ് വളർന്നും കൺമണിയായി തീർന്നതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും.
അമ്മാ, ആരേലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ ആരും ഇല്ലേ? ആരാ നിങ്ങള്? എന്താ നിങ്ങൾ വിചാരിച്ചേ? സ്വന്തം വീട് പോലെ കയറി വന്ന് നടു ഹാളിൽ വന്ന് ബഹളം വെക്കുകയാണോ? സ്വന്തം വീടായി കരുതുന്നതില് എന്ത് തെറ്റാ കിഴവി? ഏയ്, കിളവി കിളവി എന്നൊക്കെ വിളിച്ചാൽ നിന്റെ കണ്ണ് പഴുത്തു പോവും. കിളവി എന്ന് പറയാതെ പിന്നെ എന്തോന്ന്? നിങ്ങളെ ചെറുപ്പക്കാരി എന്ന് വിളിക്കാൻ പറ്റുമോ? ആരാ അമ്മ ഇവര്? അറിയില്ല വരദരാജ, നേരെ നടു ഹാളിൽ വന്ന് നിൽക്കുകയാണ്. വിനായക ചതുർത്ഥിക്ക് കാശ് ചോദിച്ചു വന്നിരിക്ക. എന്താ ഇത്? ഞങ്ങളുടെ മനസ്സിൽ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് സാധനങ്ങളാണോ അതോ പൈസയാണോ വേണ്ടത്? അമ്മേ, എന്താ വെച്ചെടുത്ത് കൊടുക്കുക. ഈ പണം എന്ന് പറയുമ്പോ 1000 രൂപയൊക്കെ തരുമായിരിക്കും അല്ലേ? ആ, തരാം തരാം. 10 20 കയ്യിൽ തന്നാലേ അത് വാങ്ങിയിട്ട് മിണ്ടാതെ പോയിക്കൊള്ളണം. 10 രൂപ ചില്ലറ തന്നാ എന്ത് കിട്ടാനാ മുത്തശ്ശി? ഏയ്, നീ എന്നെ മുത്തശ്ശിന്ന് വിളിച്ചാലുണ്ടല്ലോ കയ്യും കാലും ഞാൻ ഒടിച്ചോളിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? പെട്ടെന്ന് വന്ന ഈ പെൺകുട്ടി ആരാന്ന് നോക്കുകയാണോ? ഡീ സാരമേ, ഈ നിൽക്കുന്ന കൊച്ചിനെ കണ്ടാലേ എന്റെ പെങ്ങള് ഉമാദേവിയെ പോലെ ഇല്ലേ? എന്റെ മരുമകളുടെ പേര് ശ്രീദേവി. അങ്ങനെ വരട്ടെ. നീ ഇത് വല്ലതും കേൾക്കണുണ്ടാ? ഈ പെണ്ണിന്റെ പേര് ശ്രീദേവിന്ന്. എന്റെ അനിയത്തിയുടെ പേര് ഉമാദേവി. കാണാൻ മാത്രമല്ല, പേരിലും കൂടെ ആ ചേർച്ചയുണ്ടല്ലേ. അങ്ങനെ സാമ്യം ഉണ്ടെങ്കി എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുമല്ലോ അണ്ണാ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്തോന്ന് പ്രയോജനം? ഭർത്താവിന്റെ വീട്ടിലോട്ട് പോയ എന്റെ സഹോദരി ഉമാദേവി എന്റെ വീട്ടിലോട്ട് തിരിച്ചു വരൂലല്ലോ. എന്തുകൊണ്ട് വരില്ല? വേറെ നാടാണോ? നിങ്ങളെ പോലെ തന്നെ ഒരാൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അണ്ണനെ അനിയത്തിയും തമ്മിൽ പിരിച്ച ഒരു മഹാപാപി അയാള്. നിങ്ങളെയല്ല അണ്ണാ, നിങ്ങൾ മനസ്സിലൊന്നും വെക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അനിയത്തിന്റെ വീട്ടിലേക്ക് പോയാൽ പോരെ? അയ്യോ, ആ രാക്ഷസന്റെ വീട്ടിലോട്ട് നമ്മളെങ്ങാനും പോയാലേ അത് ഭയങ്കര തൊന്തരവാകും. ആ, ഞങ്ങളുടെ തലയിലെടുത്ത്. നിന്റെ പേരെന്താ? ഏതു നാട്ടിൽ നിന്നാ വരുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാട്ടുകൂട്ടത്തെ വിളിക്കാം. അയ്യോ, വലിയ മുതലാളി, ഞങ്ങളുടെ കഷ്ടപ്പാട് പെട്ടെന്നങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലേ. എന്റെ പേരുണ്ടല്ലേ, നീരയ്യ എന്നാണ് മുതലാളി. ഇതുണ്ടല്ലേ, ഇതെന്റെ വീട്ടുകാരി സാരമ്മ. ഞങ്ങൾ താമസിക്കുന്നത് അഗസ്ത്യാർകൂടത്തിന്റെ താഴെ ഉണ്ടല്ലേ, അതിനടുത്തായിട്ടൊരു ചെറിയ ഗ്രാമത്തിലാണ്. ന്യായം വാങ്ങി തന്നു കഴിഞ്ഞാ അതിനേക്കാൾ വലിയ സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്തുണ്ട് വലിയ മുതലാളി? വരദരാജ, 5 10 കൈ കൊടുത്ത് വിടാതെ എന്തിനാ സഹായം ചെയ്യാന്ന് പറയുന്നേ? ഇവരെ പോലുള്ള ആളുകൾക്ക് സഹായം ചെയ്താലേ മൊത്തമായി എടുത്ത് കുടിയേറുന്ന വർഗങ്ങളാ ഇവര്. ഓ പൂരിക്കളവി, നിങ്ങളുടെ കണ്ണിൽ ഞങ്ങളെ എങ്ങനെ കാണുന്നറിയില്ല. പൂരി മുത്തശ്ശിയോ? അതെന്താ പേരാണോ? നല്ല തിളയ്ക്കുന്ന എണ്ണയില് പൂരി പരത്തിയിട്ടാ അതിങ്ങനെ നല്ല പോലെ പൊങ്ങി വരില്ലേ? അത് ഓർമ്മ വന്നിട്ടാ നിങ്ങളെ ഞാൻ അങ്ങനെ വിളിച്ചേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേഗം വാങ്ങിട്ട് പോവാൻ നോക്ക്. എനിക്ക് എന്റെ അനിയത്തിയെ വേണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാതെ നാട്ടുകൂട്ടം വിളിക്കാൻ പറ്റില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിട്ട് പോകും. ആ, ഇങ്ങനെ ദേഷ്യപ്പെടാത്ത വലിയ മുതലാളി. ഇന്ന് എന്റെ അണ്ണന്റെ പിറന്നാളാണ്. നിങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോ എന്റെ അണ്ണന്റെ മനസ്സ് വേദനിക്കില്ലേ? അങ്ങനെയാണോ? ഹാപ്പി ബർത്ത്ഡേ നീരയ്യ. എന്ന് വെച്ചാ എന്തോന്ന് മനസ്സിലായില്ല. ജന്മദിനാശംസകൾ എന്നാ ഞാൻ പറഞ്ഞത്. ഓ, നിങ്ങൾ ആശംസ പറഞ്ഞ്
പക്ഷേ എനിക്കെൻ്റെ സഹോദരിയോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം മനസ്സിൽ. നിന്റെ പിറന്നാളിന്റെ അന്ന് നിനക്കല്ലേ എല്ലാവരും ആശംസകൾ പറയേണ്ടത്. നീ എന്തിനാ നിന്റെ അനുജത്തിക്ക് പറയുന്നത് നീരയ്യ? ഓ കൊച്ചമ്മേ, ഇതാണ് ചോദ്യം. ഇങ്ങനെ ചോദിക്കും, ഞാൻ പറയാം. എന്റെ അണ്ണന്റെ പിറന്നാളിന്റെ അന്ന് തന്നെയാ അണ്ണനുമായിട്ട് പിരിഞ്ഞ അനിയത്തിയുടെയും പിറന്നാള്. അങ്ങനെയാണോ? എന്റെ ഏട്ടന്റെയും എന്റെയും പിറന്നാൾ ഒരേ ദിവസാ. അതും ഇന്നാ. ഇന്നാ എന്റെ ഏട്ടന്റെ എന്റെയും പിറന്നാള്. അങ്ങനെയാണോ ഉമാദേവി? ഹലോ, അതെ അതെ, അതെന്റെ ഭാര്യ ശ്രീദേവിയ, അതല്ലാതെ തന്റെ അനിയത്തിയൊന്നുമല്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഒരേ ദിവസം നീയും നിന്റെ അനിയത്തിയും ജനിച്ചതുപോലെ ഇവളും ഇവളുടെ ഏട്ടനും ഒരേ ദിവസമാണ് ജനിച്ചിരിക്കുന്നത്. ഏട്ടാ, ദൈവത്തിന്റെ സൃഷ്ടി ഇത്രയ്ക്ക് അത്ഭുതകരമായിരിക്കുമെന്ന് ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഗൗതമേട്ടന്റെ പേര് പോലെ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടോ, നീരയ്യ. നീരയ്യ, അതായത് വെള്ളോ. ഭാര്യയുടെ പേര് സാരമ്മ. ഇവരോടെന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? ഇന്നിവന്റെ പിറന്നാള് കൂടിയല്ലേ? അതെ അതെ അതെ. സന്തോഷം സന്തോഷം. വലിയ മനസ്സുള്ള കൊച്ചമ്മയാ നിങ്ങള്. എന്തെങ്കിലും ഒന്ന് തരൂ അമ്മേ, ഞങ്ങള് പൊക്കോളാം. എന്റെ മരുമകൾ ശ്രീദേവി ജനിച്ച ദിവസം തന്നെയാ ഇവന്റെ അനുജത്തിയും ജനിച്ചതെന്നാ പറഞ്ഞേ. നിനക്കെന്തായാലും നിന്റെ അനിയത്തിയെ കാണാൻ പറ്റുന്നില്ല. എന്റെ മരുമകള് ശ്രീദേവി നിന്റെ അനിയത്തിയാണെന്ന് കരുതി നീ അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാകും. ഓ കൊച്ചമ്മേ, നിങ്ങൾ ആയുസോടെ ഇരിക്കണം. നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോ എന്റെ അണ്ണന്റെ കണ്ണീന്ന് കണ്ണുനീര് ഒഴുകുന്ന കണ്ടാ? കാണുന്നുണ്ടോ? എന്തിനു വേണ്ടി? എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നേ? കേഴവി. എന്താടി കിളവിന്ന് വിളിക്കുന്നോ? നിങ്ങളല്ലേ മുത്തശ്ശിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാ കിഴവി എന്ന് പറഞ്ഞ. പക്ഷേ നിങ്ങളെ എന്ത് പേര് വിളിച്ചാലും അത് നന്നായി ചേരുന്നുണ്ട്. മിണ്ടാതിരിക്കടി. ഏയ് ഗീതേ, ഇവർക്ക് എന്തെങ്കിലും കൊടുത്ത് പെട്ടെന്ന് ഇവരെ പറഞ്ഞയക്ക്. നിങ്ങൾ കഴിക്കുന്ന എച്ചിൽ പാത്രത്തില് കാക്കയ്ക്ക് പോലും വന്നിരിക്കാൻ പറ്റില്ല, എന്നിട്ട് ഞങ്ങളോട് പോവാൻ പറയുന്നോ? എന്താടി നാക്ക് ഒരുപാട് നീളുന്നുണ്ടല്ലോ. ആ കൊച്ചമ്മ എന്താ പറഞ്ഞത്? അവരുടെ മരുമകളെ അനുഗ്രഹിക്കാനായിട്ട് നല്ല രീതിയിലല്ലേ സംസാരിച്ചത്? ഓഹോ, ഈ കാര്യം കേട്ടതും ശ്രീദേവിക്ക് നീരയ്യനെ സ്വന്തം ചേട്ടനായിട്ടങ്ങ് തോന്നിയല്ലേ? ശ്രീദേവി, നിന്റെ ചേട്ടൻ ഗൗതം ഈ വീട്ടിലേക്ക് വരാറില്ല. നീയോ അവിടേക്കും പോകാൻ പോകുന്നില്ല. പക്ഷേ പിറന്നാളിന് നിന്റെ ചേട്ടന് കൊടുക്കാൻ നീ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടില്ലേ? അത് ഈ നീരയ്യയുടെ കയ്യിൽ കൊടുത്തിട്ട് നിന്റെ ചേട്ടന് കൊടുത്താണെന്ന് കരുതിയാ മതി. നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? അച്ഛൻ കളിയൊക്കെ പറഞ്ഞാണെങ്കിലും എനിക്കത് നല്ലൊരു ഐഡിയ ആണെന്നാണ് തോന്നുന്നത്. അതാണടാ, അവൻ കഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് വന്ന ഷർട്ട് ഈ കാട്ടുവാസിക്ക് കൊടുക്കട്ടെ. ശ്രീദേവി, നീ നീരയ്യക്ക് ആശംസകൾ പറഞ്ഞ് അവന്റെ അനുഗ്രഹവും വാങ്ങിയിട്ട് അവൻ എന്തെങ്കിലും സമ്മാനവും കൊടുത്ത് അയച്ചാൽ മതിയാകുവോ? അതോ നീ വാങ്ങിയ ഷർട്ട് തരുവോ കൊടുക്കാൻ? കൊടുക്കാം അമ്മായി. എന്താന്ന് വെച്ചാ, ഈ നീരയെ കാണുമ്പോ എനിക്ക് എന്റെ ഗൗതമേട്ടനെ മനസ്സിലേക്ക് വരുന്നത് അമ്മായി. അങ്ങനെ തന്നെ വിചാരിച്ച മതി അനിയത്തി. എന്റെ അണ്ണന്റെ അനിയത്തിയെ നീയായിട്ട് കാണുന്ന സ്ഥിതിക്ക് നിനക്ക് എന്റെ അണ്ണനെ എന്തുകൊണ്ട് ഏട്ടനായിട്ട് കാണാൻ സാധിക്കില്ല?